ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. സോ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. കാരണം ഇവിടെ ഗണേശോത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഞാനെന്താ ചെയ്തത് വെച്ചാൽ ഇൻ കേസ് നമ്മൾ പുറത്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ കുറച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചതാണ്. ഇതിൽ ഇപ്പോൾ കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. ഇതിലിത് ഷൂട്ട് ചെയ്തതാണ്. ഇതിനി ഷൂട്ട് ചെയ്യാനുള്ളതാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽസ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഷോർട്സ് ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓർമ്മ വരുന്ന കാര്യങ്ങൾ പിന്നെ മോജിലോട്ട് നമുക്ക് ഇടാനുണ്ട്. ഇനി പറ്റുന്നത് ഏതൊക്കെയാണ് ചെയ്യും. കാരണം ഇന്ന് പുറത്ത് പോകാനുള്ളത് കൊണ്ട് ഇതിൽ എത്രത്തോളം പറ്റുന്നതാണ്. പുറത്തേക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ജസ്റ്റ് മോയ്സ്ചറൈസറും പിന്നെ ഈ ലോട്ടസിൻ്റെ ഒരു സൺസ്ക്രീനും ഒരു ലിപ് ബാമും കൂടി, പിന്നെ ലിപ് ബാമായിട്ട് ഈ ഒരു പ്ലമ്മിൻ്റെ കാൻഡി മെൽറ്റ് ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുടിയൊക്കെ കെട്ടി റെഡി ആയി. ജസ്റ്റ് ഒരു കോമ്പാക്റ്റും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ ശേഷം. കുറച്ച് സമയമായി. അപ്പോൾ ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു ന്യൂഡിൻ്റെ ഈ ഒരു ലക്ഷറി പെർഫ്യൂംസിൻ്റെ ഒന്ന് പറയാം. ഞാനിത് ഓൾറെഡി നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഫ്രേഗ്രൻസസ് ആയി. നമ്മുടെ ന്യൂഡിൻ്റെ ലക്ഷറി പെർഫ്യൂംസിൻ്റെ ഈ ഒരു സെറ്റ് വരുന്നത് ഇതിൽ 6 ഡിഫറെൻറ്റ് ഫ്രേഗ്രൻസസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ കുറച്ച് ഷെയ്ഡ് എന്താ പറയുക പേരുകളുണ്ട്. ടൈംലെസ്, ഹിപ്നോട്ടൈസ്, പിന്നെ മജസ്റ്റിക്, അതുപോലെ തന്നെ സ്റ്റണ്ണർ, സൾട്രി ആൻഡ് മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരാം. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മജസ്റ്റിക് ഞാൻ ഏകദേശം ഇത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ചെണ്ണമാണ് ഇത്. ഇതിൽ കുറച്ച് രണ്ടെണ്ണം ഞാൻ നാട്ടിൽ വെച്ചിട്ട് പോന്നു. അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല ഓപ്ഷൻ ആയിട്ടുള്ള ഒന്നാണ്. ഏകദേശം കുറച്ചൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഈ ടൈംലെസ് അതുപോലെ ഈ മെജസ്റ്റിക് ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഈ മെജസ്റ്റിക്കും അതുപോലെ തന്നെ ഈ മാഗ്നറ്റ്, ഹിപ്നോട്ടൈസ് എല്ലാം നല്ല ഫ്രേഗ്രൻസസ് ആണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഈ ഒരു സൾട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രേഗ്രൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക സ്പ്രേ ആണ്, മിനി സ്പ്രേ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ ട്രാവൽ നല്ല ഫ്രേഗ്രൻസ് നമുക്ക് ട്രാവലിലൊക്കെ ഭയങ്കര സുഖമായിട്ട് ഈസി ആയിട്ട് നമ്മുടെ ചെറിയ ക്ലച്ചിൽ വരെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ പെർഫ്യൂംസ് ആണ്. അങ്ങനെ റെഡിയായി. ഇപ്പോൾ സമയം 12:30 നമ്മൾ ലഞ്ച് നേരത്തെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച പോലെ തന്നെ കമൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓൾറെഡി ചെയ്ത ഡേ ഇൻ മൈ ലൈഫിൽ ഇനി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ധാനയിലോട്ടാണ്. ഇവിടെ ഈ ഗണേശോത്സവത്തിൻ്റെ ആയതുകൊണ്ട് ഇതുപോലത്തെ ഇങ്ങനെ ഈ ഒരു പൊളിറ്റിക്കൽ ആൾക്കാരുടെ ഒരുപാട് എന്താ പറയുക ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഫെസ്റ്റിവലിൻ്റെ ലാസ്റ്റ് വിസർജൻ പരിപാടികളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരുപാട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് താലാപ്പാലി എന്ന് പറയുന്ന ഒരു ലേക്കാണ്. ഭയങ്കര വലിയ ലേക്കാണ്. ഇവിടെ ഇങ്ങനെ ഈ കുട്ടി കുട്ടി ഫുഡ് സ്റ്റോൾസ് അതുപോലെ തന്നെ ഈ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. ഒരു 4 മണി 4:30 സമയത്താണ് ബോട്ടിങ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ലോക്ക്ഡൗൺ ഏകദേശം കഴിയാറായ സമയത്തായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മളെ കളിയാക്കാനും അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് നെഗറ്റീവ്സ് പറയാനും പോസിറ്റീവ്സ് പറയുന്നതിനേക്കാളും കൂടുതൽ നെഗറ്റീവ്സ് പറയാനായിട്ടും ആൾക്കാരുണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. അത്ര വലിയ ക്രൗഡഡ് അല്ല, ഉച്ച സമയം ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത സമയത്ത് അങ്ങനെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മളെ എന്താ പറയുക ഈ കളിയാക്കിയാലും നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക കളിയാക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ചെറുതായിട്ട് ഹേർട്ട് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതാണ്. പിന്നെ മനസ്സിലായി നമ്മൾ ഏത് രീതിയിൽ എത്ര നന്നാക്കി ചെയ്യാൻ നോക്കിയാലും നമ്മളെ കളിയാക്കുന്നവരും ഹേർട്ട് ചെയ്യുന്നവരും അത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, മറ്റുള്ളവരെ ഹേർട്ടാക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ കുറേ പേര് ചോദിച്ചതും കൂടിയാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ടുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ഇയറിങ്സിൻ്റെ സെക്ഷൻ നിങ്ങൾ മുന്നേ ഉള്ള ഷോപ്പിംഗ് വ്ലോഗ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എനിക്ക് ഈ ഒരു ഇയറിങ്സ് എന്ന് പറയുന്നത് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അധികം ഇങ്ങനെ വാങ്ങിച്ചാലും അല്ലെങ്കിൽ അങ്ങനെ വലുതായിട്ട് ഇടമൊന്നും ഇല്ലെങ്കിലും ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കുട്ടി അങ്ങനെ സ്റ്റഡ് അങ്ങനത്തെയൊക്കെയാണ് ഞാൻ അധികം ഇടാറുള്ളത്. അപ്പം എന്തായാലും നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ പറയൂ ഞാൻ വാങ്ങിച്ചോ ഇല്ലയോ എന്നുള്ളത്.
അതുപോലെ തന്നെ ഈ ലഞ്ച് ടൈം ആയതുകൊണ്ട് കുറച്ച് ഷോപ്സൊക്കെ ക്ലോസ്ഡ് ഒക്കെ ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ നോക്കി. പിന്നെ ഈ സെലിബ്രേഷൻ ഈ ഇവിടെ ഫെസ്റ്റിവലിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ചെറിയൊരു വാലറ്റ് മേടിക്കണം. ഇതിപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഞാൻ അധികം അങ്ങനെ ബാഗും സംഭവങ്ങളൊന്നും കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് നമുക്ക് ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് പോക്കറ്റിൽ വയ്ക്കാം. അപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ കാർഡൊക്കെ വെക്കാനായിട്ട് ഒരു കുട്ടി വാലറ്റ് നോക്കി നടത്തായിരുന്നു ഞാൻ. इतना छोटा सा आईडी इधर पास हो गया टिकट पूरा कॉन्टैक्ट में नहीं है. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ വാലറ്റ് അവിടെ നിന്ന് കിട്ടിയില്ല. സോ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം കുറച്ച് സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീറ്റ് ഷോപ്പിൽ കയറിയതാണ്. ഇത് സ്റ്റേഷൻ്റെ അവിടെ തന്നെയുള്ള ടിപ്പ് ടോപ്പ് പ്ലാസ ടിപ്പ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീറ്റ് ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ മോദകം ഉണ്ടല്ലോ, ഈ ഗണേശോത്സവത്തിൻ്റെ മെയിൻ സ്വീറ്റാണ് ഈ മോദകം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ വലിയ ബോക്സിൽ വലിയ വലിയ മോദകമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അത്യാവശ്യം ഒരു 500 എബോവ് റേറ്റുള്ള സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് സ്വീറ്റ്സ് വാങ്ങിയിട്ട് നമ്മുടെ സൊസൈറ്റീൻ്റെ അവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ തന്നെ 2-3 ഗണപതീൻ്റെ എങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയ സമയത്ത് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവർക്ക് വേണമെങ്കിലും വരുന്ന തൊഴാം. പ്രസാദം കുറി എല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളും അതുപോലെ തന്നെ വന്നൊന്ന് തൊഴുതു പോന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ വിചാരിച്ചു ഒന്ന് പാർക്കിൽ പോയിട്ട്, ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്കവിടെ പാർക്കുള്ളത്, ഒരു ലേക്കും പാർക്കും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 4 മണി ആയിട്ടുള്ളൂ. പാർക്ക് ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി. വലിയൊരു ലേക്കാണ്. ഈവനിങ്ങിൽ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ബോട്ട്സ് അല്ല, നമ്മൾ കുട്ടി അങ്ങനത്തെ ബോട്ട്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അതുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, കളിക്കാൻ വേണ്ടിയിട്ടുള്ള. വലിയവർക്ക് ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ, ഇവിടെ ഇഷ്ടം പോലെ പൂച്ചകളുണ്ടായിരിക്കും. എന്ത് രസമല്ലേ, നല്ല സുന്ദരമായ പൂച്ച. ഇതാ നമുക്ക് അവിടെ നോക്കിയാലും പൂച്ചകൾ കാണാം. ഇതാണ് അമ്പലം. തുറന്നിട്ടില്ല, ഗണപതിയുടെ തുറന്നിട്ടില്ല. 5 മണിയാവും, 4:30-5 മണിക്കാകുമ്പോൾ തുറക്കും. ഇതാണ് നമ്മുടെ പാർക്ക്. നല്ല തണലുണ്ട്. അപ്പോൾ പാർക്കിൽ ഞങ്ങൾ 2 പേരും, പിന്നെ ബാക്കിൽ 2 പേരുണ്ട്, പിന്നെ ഒരു അങ്കിളുണ്ട്. സെക്യൂരിറ്റി ഉണ്ട്. ആരുമില്ലാത്ത പാർക്ക്. പക്ഷെ ഒരു 6 മണി 6:30 ആകുമ്പോഴേക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവിടെ ഗണപതിയുടെ ഇതായതുകൊണ്ട് ഇന്നലെ രാത്രി ഒരു 2 മണി വരെ ഡോലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ വലിയ വലിയ ഗണപതിയുടെയൊക്കെ നല്ല അലങ്കരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടാവും. കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. ഒന്ന് ഞാനതിൽ കൊടുക്കുന്നുണ്ട്, നമ്മളവിടെയുള്ള ഇത് വെച്ചത്. അപ്പോൾ അവിടുത്തെ കുറിയാണിത് ഈ കാണുന്നത്. ഇനി നമ്മളൊരു കുറച്ച് റൗണ്ട്സ് നടന്നിട്ട് വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ് വന്നിട്ട്. തിരിച്ച് വീട്ടിലേക്ക് പോകാം. അങ്ങനെ വീട്ടിലെത്തി ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫുൾ ഡോല് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടുത്തെ കോറം മോളിലുള്ള ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ എല്ലാ പ്രാവശ്യവും വിൽക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഡെക്കറേഷൻസ് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ക്രൗഡ് മൊത്തം ഫുഡ് കോർട്ടിലാണുള്ളത്. താഴെ അങ്ങനെ വലിയ തിരക്ക് ഇന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഓണം ടൈമിൽ നാട്ടിലേക്കൊക്കെ പോകുന്നതുകൊണ്ട്. പിന്നെ കിട്ടിയ പണിയാണ്, നമ്മൾ ഇറങ്ങുമ്പം മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുള്ള് മഴയായി. നമുക്ക് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറച്ച് മഴ മാറിയ സമയത്ത് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വ്ളോഗ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.